അപ്പോൾ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വിയാദ ബൈ വിദ്യ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന മൂവി ഏതായിരിക്കും എന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു മൂവിയാണ്. ഓഗസ്റ്റ് 14 റിലീസാകുന്ന സൂര്യയുടെ മൂവി വിശ്വനാഥ് ആൻഡ് സൺസ്. ഒരു ഫാമിലി ആയിട്ട് പോയിട്ട് കാണാൻ പറ്റുന്ന ഒരു മൂവിയിൽ എന്താ പറയുക, ഒരു തരത്തിൽ നോക്കിയ എല്ലാ ഇമോഷൻസും ഉണ്ട്. ഒരു ഫാമിലിയിൽ അമ്മയോടുള്ളൊരു സ്നേഹം, അച്ഛനോടുള്ളൊരു സ്നേഹം, സിസ്റ്ററിനോട്, സിബ്ലിങ്സിനോടുള്ളൊരു ഇത്, പിന്നെ ഒരു ലവ്, ഇമോഷൻസ് ഒക്കെ കലർന്ന ഒരു മൂവി. എല്ലാവർക്കും പോയി കാണാം. നല്ല സോങ്സ്, അങ്ങനെ ഒരു മൂവി. ഓൾമോസ്റ്റ് എല്ലാവരും ഇതിൽ ആക്ട് ചെയ്തേക്കുന്ന എൻ്റെ ഒരു അഭിപ്രായമാണ്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു നമുക്കതിലെ കുറേ കാര്യങ്ങൾ നമുക്കത് അംഗീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരുപാട് മെസ്സേജസ് നമുക്ക് തരുന്നൊരു മൂവിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എന്താ പറയുക, ഒരു കണക്ഷൻ. നമ്മൾ വീട്ടിലിപ്പം ചെറിയൊരു വിഷമത്തിലാണേലും അമ്മയൊക്കെ ആയിട്ടാണെങ്കിൽ ഒരു ടച്ചിങ് മനസ്സിൽ തോന്നിയൊരു മൂവി. കാരണം എനിക്ക് വന്ന അമ്മയോട് സംസാരിക്കണം, എന്തോ ഒക്കെ നമ്മളെപ്പോഴെങ്കിലും ചെയ്തൊരു തെറ്റിന് പോലും സോറി പറയണം എന്ന് തോന്നി ഈ മൂവി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും. ഇതെൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ്. എനിക്ക് വേറെ ചിലപ്പോൾ ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായങ്ങളായിരിക്കുമല്ലോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ക്യാരക്ടർ, സൂര്യ ചെയ്ത ക്യാരക്ടർ, ആദ്യം തന്നെ ആ സഞ്ജയ് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഫസ്റ്റ് നമ്മളെല്ലാവരും കൂടുതലായിട്ട് സ്നേഹിച്ച സഞ്ജയ് രാമസ്വാമി, ആ ഒരു സഞ്ജയെ തന്നെയാണ് എളുപ്പം കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത്. എന്താ പറയുക, ഒരു ഫാമിലി, അമ്മയും മകനും മാത്രമുള്ള ഒരു ഫാമിലി, അതിൽ അമ്മയുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഓരോ കാര്യം നടത്തുന്ന ഒരു മകൻ, അതിൽ വരുന്ന കുറേ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, കൊച്ചു കൊച്ചു ഇമോഷൻസ്, ഡ്രാമ, അങ്ങനെ ഒരു മൂവി. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും നമുക്ക് ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്ന തരത്തിൽ നന്നായിട്ട് വെങ്കി അതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വേണം പറയാനായിട്ട്. ഓരോ സീനും ഓരോ ഷോട്ട്സും അധികം എന്താ പറയുക, ഭയങ്കര വലിയൊരു എന്താ പറയുക, ഒരു ഈ ബാഹുബലി അതിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര വലിയൊരു രീതിയിലുള്ളൊരു ഇതൊന്നും കൊടുത്തിട്ടില്ല. ഇതൊന്നും വന്നിട്ടില്ല. ഫൈറ്റിലായാലും ശരി, നോർമൽ ഒരു കോമൺ മാൻ ഫൈറ്റ് പോലൊക്കെ ഉള്ളൂ. സോങ് ആവട്ടെ, അതിലോരോ കാര്യങ്ങൾക്ക് കൊടുക്കുന്ന ഉത്തരങ്ങളാവട്ടെ, എല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന, ടച്ച് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ ഓരോ തരും. പിന്നെ പറയാതിരിക്കാൻ വയ്യ, രാധിക മാം ഗ്രേറ്റ്. പിന്നെ രവീന മാം ഉണ്ട്. രണ്ടുപേരും എന്താ പറയുക, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. രാധിക മാം പിന്നെ പറയേണ്ട കാര്യം ഇതുവരെ ഇല്ല. ഓരോ മൂവിയും അത്രയ്ക്ക് ഇതായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇപ്പം ഞാൻ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ കേട്ട ഒരു ഓർമ്മ, മാമിൻ്റെ അമ്മ മരിക്കുന്ന ആ സമയത്തായിരുന്നോ, അത് കഴിഞ്ഞിട്ട് വന്നു ഇതായിട്ട് അഭിനയിച്ചു. സത്യമായിട്ടും നമുക്ക് ആ ഒരു ഫീൽ വെച്ചിട്ട് മാം അഭിനയിച്ചു അങ്ങനെയൊന്നും തോന്നില്ല. നന്നായിട്ട് അഭിനയിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.